പന്തീരടി പൂജയും ദീപാരാധനയും കഴിഞ്ഞ് 9:30 ശ്രീലകം പുണ്യാഹവുമായി പ്രധാന ചടങ്ങായ അടുപ്പ് വെട്ടിഞ്ഞൊരുങ്ങി. തന്ത്രി ചേന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് മേൽശാന്തി ഗോശാല വിഷ്ണു വാസുദേവൻ നമ്പൂതിരിക്ക് പകർന്നു നൽകിയ ദീപത്തെ വായ്ക്കുരവയും ദേവീസ്തുതിയുമായിട്ടാണ് ഭക്തജനങ്ങൾ വരവേറ്റത്. കോവലനെ വധിച്ച പാണ്ഡ്യരാജാവിനെ കണ്ണകി നിഗ്രഹിക്കുന്ന കഥാസന്ദർഭം പച്ചപ്പന്തലിൽ തോറ്റമ്പാട്ടായി ഉയർന്നപ്പോൾ ജനലക്ഷങ്ങൾ കാത്തുനിന്ന മുഹൂർത്തമായി. 10 മണിയുടെ ശുഭമുഹൂർത്തത്തിൽ പണ്ടാര അടുപ്പിന് തിരിതെളിഞ്ഞു. ഇതോടെ കിലോമീറ്ററുകൾ അപ്പുറത്തേക്ക് നീണ്ട അടുപ്പുകളിലേക്ക് തീ പകർന്നു തുടങ്ങി. അതോടെ നഗരം മുഴുവൻ യജ്ഞശാലയായി. വേനലിന്റെ തീച്ചൂടിലേക്ക് കൊതുമ്പിന്റെയും ചൂട്ടുകറ്റയുടെയും എരുതിയും ശ്വാസം മുട്ടിക്കുന്ന പുകയും വന്നു നിറഞ്ഞുവെങ്കിലും അതൊന്നും ഭക്തരുടെ ആവേശത്തെ ബാധിച്ചില്ല. ഉച്ചകഴിഞ്ഞ് 3 മണിയോടെയായിരുന്നു പൊങ്കാല നിവേദ്യം. പണ്ടാര അടുപ്പിലെ നിവേദ്യ പായസത്തിൽ തീർത്ഥജലം പകർന്നതോടെ 250ഓളം വരുന്ന ശാന്തിക്കാർ നഗരത്തിന്റെ മുക്കിലും മൂലയിലുമെത്തി പൊങ്കാല കലങ്ങളിൽ നിവേദ്യ തീർത്ഥം തളിച്ചു. ഈ സമയം ഹെലികോപ്റ്ററിൽ പുഷ്പവൃഷ്ടി നടന്നു. തുടർന്ന് നിവേദ്യ പുണ്യവുമായി സ്വഭവനങ്ങളിലേക്കുള്ള സ്ത്രീലക്ഷങ്ങളുടെ മടക്കയാത്രയായി. विलासिनि जिष्णुनुते भगवति हेशिति कण्ठकुटुम्बिनि भूरि कुटुम्बिनि भूरि कृते जय जय हे महिषासुरमर्दिनि रम्यकपर्दिनि शैलसुते. പൊങ്കാലയിടാനായി ഇന്നലെ നഗരത്തിൽ അനുഭവപ്പെട്ട തിരക്ക് ഇന്ന് മടക്കയാത്രയിലും അനുഭവപ്പെട്ടു. പ്രധാന നിരത്തുകളായ മണക്കാട്, കിഴക്കേക്കോട്ട, തമ്പാനൂർ, കിള്ളിപ്പാലം തുടങ്ങിയ നഗരവീഥികൾ അക്ഷരാർത്ഥത്തിൽ സ്ത്രീ സമുദ്രമായി മാറിക്കഴിഞ്ഞിരുന്നു. പോലീസും സന്നദ്ധ സേവന പ്രവർത്തകരും ചേർന്നാണ് ഈ ഭാഗങ്ങളിൽ അനുഭവപ്പെട്ട വൻ തിരക്ക് നിയന്ത്രിച്ചത്. നീണ്ട നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാലയർപ്പിച്ച് മനം നിറഞ്ഞു മടങ്ങുകയാണ് ഈ ഭക്തജനങ്ങൾ. വീണ്ടും 1 വർഷത്തെ കാത്തിരിപ്പാണ്. വ്രതശുദ്ധിയുടെ സാഫല്യവുമായി മറ്റൊരു പൊങ്കാലയ്ക്കായി. ആറ്റുകാലിൽ നിന്നും ക്യാമറമാൻ പ്രേം ശശിയോടൊപ്പം MS സനോജ്, ACV ന്യൂസ്.